നമ്മൾ വയനാട്ടിലേക്ക് പോവുകയാണ്. അവിടെ പഞ്ചാരക്കൊല്ലിയിൽ ഇന്നലെ വളരെ ദാരുണമായ സംഭവമാണ് ഉണ്ടായത്. നമ്മുടെ എല്ലാവരുടെയും മനസ്സിനെ ഉലച്ച സംഭവം. രാധയുടെ സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുകയാണ് ആ നാട്. രാധയുടെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. പൊതുദർശനം പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ സംസ്കാര നടപടികൾ ആരംഭിക്കാൻ പോവുകയാണ്. സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കാൻ പോവുകയാണ്. വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയിലൂടെയാണ് വയനാട് പഞ്ചാരക്കൊല്ലി ഗ്രാമവാസികൾ കടന്നു പോകുന്നത്. ഏറെ പ്രിയപ്പെട്ട ഒരാളുടെ മരണം ഇന്നലെ കടുവയുടെ ആക്രമണത്തിൽ സംഭവിച്ചിരിക്കുന്നു. ദുഃഖാർത്ഥരായ നാട്ടുകാരുടെ ആ ഒരു നൊമ്പരത്തോടെയുള്ള വിടപറയൽ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി കമൽ സ്ഥലത്ത് നിന്ന് ചേരുന്നുണ്ട്. കമൽ, ഇപ്പോൾ സംസ്കാരം നടക്കുന്നു. എന്താണ് അവിടുത്തെ ഒരു അന്തരീക്ഷം? രാധയുടെ വീട്ടിലെ അന്തരീക്ഷം. മകൾ ആദ്യം മൃതദേഹം എത്തിച്ച സമയത്ത് തന്നെ മകൾ കുഴഞ്ഞു വീഴുന്നു. അവരെ ആശുപത്രിയിൽ കൊണ്ടുപോയി വീണ്ടും അമ്മയെ കാണിക്കാനായി തിരിച്ചു കൊണ്ടുവന്നു. അപ്പോഴും അതിവൈകാരികമായിരുന്നു വീട്ടിലെ രംഗങ്ങൾ. മറ്റു കുടുംബാംഗങ്ങളൊക്കെ തന്നെ അത്തരത്തിലാണ് അവിടെ ഉണ്ടായിരുന്നത്. എന്തായാലും ഇപ്പോൾ മൃതദേഹം വീട്ടിൽ നിന്ന് എടുത്ത് സംസ്കാരം നടക്കുന്ന പറമ്പിലേക്ക് മാറ്റിയിരിക്കുന്നു. അവിടെയാണ് സംസ്കാര ചടങ്ങുകൾ. കുറച്ച് കുന്നിൻ മുകളിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. ഇവിടുത്തെ തയ്യാറെടുപ്പുകളൊക്കെ നേരത്തെ പൂർത്തിയായതാണ്. ഗോത്ര കുറിച്യ സമുദായത്തിലെ അംഗമാണ് രാധ. അതിനനുസരിച്ച് അവരുടെ ഗോത്രാചാര പ്രകാരമുള്ള ചടങ്ങുകളൊക്കെയാണ് നടക്കുന്നത്. വീട്ടിൽ നിന്ന് എല്ലാം പൂർത്തിയാക്കി ഇപ്പോൾ മൃതദേഹം സംസ്കരിക്കുന്ന ആ സ്ഥലത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ബന്ധുക്കളും മറ്റ് സമുദായ അംഗങ്ങളും ഒക്കെയാണ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത്. ഒരു മകളും മകനുമാണ് രാധയ്ക്ക് ഉള്ളത്. മകളാണ് മൃതദേഹം വീട്ടിലെത്തിച്ചപ്പോൾ കുഴഞ്ഞു വീണ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ഇപ്പോഴെന്തായാലും വീട്ടിലേക്ക് തിരിച്ചെത്തിച്ചിട്ടുണ്ട്. മറ്റു അടുത്ത ബന്ധുക്കളും സഹോദരിമാരും ഒക്കെ ഉള്ള ആളുകളൊക്കെ അതിവൈകാരികമായ പ്രതികരണമാണ് വീട്ടിൽ നിന്ന് ഉണ്ടായത്. മന്ത്രി OR കേളു ഉൾപ്പെടെയുള്ള പൊതുപ്രവർത്തകരും ഉദ്യോഗസ്ഥരും എല്ലാവരും ഇവിടെയുണ്ട്. മന്ത്രി നേരിട്ട ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന സ്ഥലത്ത് തന്നെയുണ്ട്. എല്ലാ കാര്യങ്ങളും നമുക്ക് മേൽനോട്ടം വഹിക്കുന്നുണ്ട്. അതുപോലെ ADM-ഉം ASP-യും ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും സ്ഥലത്തുണ്ട്. ചടങ്ങുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 11 മണിയാണ് സമയം പറഞ്ഞിരുന്നത്. അധിക സമയം വെക്കാനാവില്ല എന്ന കുടുംബാംഗങ്ങൾ പറഞ്ഞിരുന്നു. ഇന്നലെ രാത്രി പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായതാണ്. അതിനുശേഷം ഇന്ന് രാവിലെ 8 മണിക്ക് ശേഷം 8:30യോടെയാണ് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തത്. തുടർന്ന് പഞ്ചാരക്കൊല്ലിയിലെ വീട്ടിലെത്തിക്കുകയായിരുന്നു. അവിടെ നൂറുകണക്കിന് ആളുകൾ, പ്രദേശത്തെ തൊഴിലാളികളും ഉൾപ്പെടെയുള്ള പ്രദേശവാസികളും ഉൾപ്പെടെയുള്ള നൂറുകണക്കിന് ആളുകൾ അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു. അതിനുശേഷമാണ് കുടുംബം ഇപ്പോൾ സംസ്കാര ചടങ്ങിലേക്ക് കടന്നിരിക്കുന്നത്. മൃതദേഹം മറവ് ചെയ്യുന്നതിനുള്ള നടപടികളാണ് ഇപ്പോൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. പഞ്ചാരക്കൊല്ലിയിൽ അടുത്ത് തന്നെയുള്ള രാധയുടെ വീട്ടിനടുത്തുള്ള പറമ്പിലാണ് ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. സമുദായത്തിലെയും കുടുംബത്തിലെയും മുഴുവൻ അംഗങ്ങളും ഉണ്ട്, നാട്ടുകാരൊക്കെ ഉണ്ട്. ഇവിടെ അധികം പേർക്ക് സാഹചര്യമില്ല. അതുകൊണ്ട് തന്നെ താഴെ നിന്ന് പോയാൽ മതി എന്ന നിർദ്ദേശമാണ് ഇത്. എന്തായാലും ഇപ്പോൾ മൃതദേഹം അടക്കം ചെയ്യുന്നതിനുള്ള ഒരു കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഏതാണ്ട് 9 മണിക്ക് എത്തി 10:30 വരെ 1.5 മണിക്കൂറിലധികം സമയമാണ് വീട്ടിൽ മൃതദേഹം വെച്ചിരുന്നത്. അപ്പോൾ തന്നെ നിരവധി ആളുകൾ അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു. എന്തായാലും ഇപ്പോൾ സംസ്കാര നടപടികൾ അതിന്റെ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഗോത്രാചാര പ്രകാരമുള്ള സംസ്കാരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പഞ്ചാരക്കൊല്ലിയിലെ രാധയുടെ വീടിന് സമീപത്തെ പറമ്പിൽ തന്നെയാണ് മൃതദേഹം അടക്കം ചെയ്യാനുള്ള നടപടികൾ നടക്കുന്നത്. നേരത്തെ ഈ പ്രദേശത്തെ ആളുകളെല്ലാം ഒരു തോട്ടം മേഖലയാണ്. പ്രധാനമായും പ്രിയദർശിനി എസ്റ്റേറ്റ് സർക്കാരിന്റെ ഉടമസ്ഥയിൽ, അതായത് പട്ടികവർഗ സഹകരണ സംഘത്തിന്റെ ഉടമസ്ഥയിലുള്ള പ്രിയദർശിനി എസ്റ്റേറ്റ്, മറ്റ് സ്വകാര്യ എസ്റ്റേറ്റുകളുമുണ്ട്. അവിടത്തേക്ക് തൊഴിലാളികളാണ് ഈ പ്രദേശവാസികളെന്ന് പറയുന്നത്. ഭൂരിപക്ഷവും അവരുടെ കൂട്ടത്തിൽ താഴെയാണ് അവർക്ക് ഇന്നലെ നഷ്ടമായത്. തീർത്തും അപ്രതീക്ഷിതമായി ജോലിക്ക് പോവുകയായിരുന്നു. ഒരു കാപ്പിത്തോട്ടത്തിൽ വിളവെടുപ്പിന് വേണ്ടി രാവിലെ പണിക്ക് പോവുകയായിരുന്നു. ആ സമയത്താണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. ഭർത്താവാണ് ഇരുചക്ര വാഹനത്തിൽ രാധയെ അവിടെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും മൃതദേഹം അടക്കം ചെയ്യുന്ന നടപടികൾ നടക്കുകയാണ്. ആളുകളോട് മാറി നിൽക്കാൻ പറയുന്നുണ്ട്.